പറയാ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണശേഷം വിളിച്ച് റൗളയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കയറ്റാൻ അനുമതി ചോദിക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത് സിറാജിൽ വന്ന ലേഖനമല്ല, കാന്തപുരം ഉസ്താദിന്റെ പുസ്തകത്തിലുള്ള ലേഖനമല്ല, പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിലുള്ളതല്ല. നിങ്ങളും ഇമാം എന്ന് പറയുന്ന റാസി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിലുള്ളതാണ്. അതുപോലെ അനേകം ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ഓ ജിന്ന് മുജാഹിദീങ്ങള്, യാ ഇബാദല്ലാഹി എന്ന ഹദീസ് ദുർബലമാണ്, സനദ് ദുർബലമാണ്. പക്ഷേ സനദ് ദുർബലമാണെങ്കിലും കാണാത്തവരെ കാണാത്ത വഴിയിലൂടെ സഹായം തേടുന്ന പ്രാർത്ഥനാ പരിധിയിൽ അതിന്റെ മത്തിന് വന്നാലും അതിൽ ശിർക്കുണ്ടെന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ ഇമാമിയങ്ങൾ ശിർക്ക് പ്രചരിപ്പിച്ചവരാകും. അപ്പൊ പിന്നെ ഇസ്ലാമിന്റെ പ്രമാണം മുഴുവനും മുശ്രിക്കീങ്ങൾ പഠിപ്പിച്ചു എന്ന് വരും എന്ന ഉസൂലിൽ കെട്ടിപ്പടുത്ത ജിന്ന് മുജാഹിദിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്ന മുജാഹിദ്, പറയൂ റാസി ഇമാം ശിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ? അത് ജിന്ന് മുജാഹിദിന്റെ ഫൗണ്ടറായ സക്കരിയ സ്വലായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ ആ ഇമാമിങ്ങളെ പിന്നെ ഇമാം എന്ന് വിളിച്ചാൻ പറ്റൂല, വിശ്വാസ്യത പോയില്ലേ. അവരുടെ കിതാബ് പിന്നെ തൊടാൻ പറ്റൂല. ഇതാണ് നിങ്ങളെ ഉസൂല്. അത് നിങ്ങളുടെ ഫൗണ്ടറായ സക്കരിയ സ്വലായി പറഞ്ഞു തരും. ഷിർക്കാന്ന് പറഞ്ഞാൽ എന്തായി? നിങ്ങൾ ഇത് ആരൊക്കെ ഷിർക്കിലേക്ക് പോയി? റാസി ഇമാം എഴുതിയത് ഷിർക്കാന്ന് പറഞ്ഞ ആരൊക്കെ മുശ്രിക്കായി? റാസി ഇമാം അഹ്മദ് ഷിർക്കിലേക്ക് പോയി, ഇമാം ബൈഹഖി ഷിർക്കിലേക്ക് പോയി, ഇമാം തബറാനി ഷിർക്കിലേക്ക് പോയി. ഇമാം അഹമ്മദ് മുശ്രിക്കാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ മൗലവി എന്താ പറഞ്ഞ, ഞങ്ങൾ ഈ നാട്ടുകാരും മുശ്രിക്കാക്കിയിട്ടില്ല, പിന്നെ ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്നേ പറയുള്ളൂ എന്നാണ്. അപ്പൊ സക്കരിയ സ്വലായി അതിന് മറുപടി പറയണേ, മുശ്രിക്ക് എന്ന് പറയണ്ടല്ലോ, ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പോരേന്നാണ്. അഹമ്മദ് ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പറയാ. അടുത്ത തലമുറ പറയും ഇമാം അഹമ്മദ് മുശ്രിക്കല്ലേ? അല്ലേ, റാസി ഇമാം മുശ്രിക്കല്ലേ? ബാധകല്ലേ ഈ പോയിന്റ്? ഇവിടെ മുസ്നദ് സ്വീകരിക്കാൻ പറ്റുമോ? റാസി ഇമാമിന്റെ കിതാബ് സ്വീകരിക്കാൻ പറ്റുമോ? റാസി ഇമാം തൗഹീദിലെ നെല്ലും പതിരും വേറിരിച്ച പണ്ഡിതനാന്ന് എഴുതി വെച്ച ആൾക്കാരങ്ങളെ. 20,000-ഓളം ഹദീസുള്ള ഇമാം അഹമ്മദിന്റെ മുസ്നദ് അഹ്ലുസുന്നത്തിന്റെ വലിയൊരു ഹദീസ് ഗ്രന്ഥാണ്. ശിർക്കുള്ള ആളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? അതെ, ഈ അസ്ലിലാ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഈ പറഞ്ഞത് ശിർക്കാണെങ്കിൽ, ഈ പറഞ്ഞ സംഭവത്തിന്റെ മത്തിനിൽ ശിർക്കുണ്ടെങ്കിൽ റാസി ഇമാമിനെ പിന്നെ ഇമാം എന്ന് വിളിക്കാമോ? അതിൽ ശിർക്കുണ്ടെന്ന് പറയാമോ? പറ മറുപടി. വലൗ അന്നഹും എന്ന ആയത്ത് ഉദ്ധരിച്ച് നബി ഇമാം മുത്തുനബിയോട് ജാറത്തിങ്ങ പോയിട്ട് ഇസ്തിഗാസ നടത്താൻ പറയാണ്, തവസ്സുൽ നടത്താൻ പറയാണ്. ഇത് തന്നെ ശൈഖ് ജീലാനി തങ്ങൾ പറയാണ്, ഇത് ധാരാളം ഇമാമിങ്ങൾ പറയാണ്. ഓ മുജാഹിദുകള്, ഈ ഇമാമിങ്ങളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? ആണെങ്കിൽ അവരുടെ കിതാബ് തോട്ടിലെറിയേണ്ടി വരില്ലേ? ആ റാസി ഇമാം പറഞ്ഞ ഈ സംഭവം തള്ളുന്നതോടെ പിന്നെ നിങ്ങൾക്ക് ജിന്ന് മുജാഹിദാകാൻ അവകാശമില്ല. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയാനല്ല, ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കില്ലെന്ന് പറയാനല്ലേ നിങ്ങൾ ജിന്ന് മുജാഹിദ് ഉണ്ടാക്കിയത്?